വെച്ചിട്ട് പോരെ, സൂസി മേഡത്തിന്റെ ഫംഗ്ഷൻ തുടങ്ങാറായി. വേഗം വാ താമരേച്ചി, പാറക്കുട്ടി എല്ലാരും അങ്ങോട്ട് പോയിട്ടുണ്ട്, എനിക്കും പോണം. ശരി തുമ്പി മോളെ. അല്ല അമ്മേ, നമ്മുടെ ഡ്രസ്സൊക്കെ മാറ്റണോ? ഏയ് അതൊന്നും വേണ്ടെന്ന് താമരെ, അതൊന്നും സൂസി മേഡത്തിന് ഇഷ്ടാവത്തില്ല. ഫംഗ്ഷൻ തുടങ്ങിയോ ആവോ, ഞാൻ വേഗം ജ്യൂസ് ഗ്ലാസോടെ കൊണ്ടുവച്ചിട്ട് വരെ. അല്ല എല്ലാരും കൂടി എങ്ങോട്ടാ? ചോദിച്ചത് കേട്ടില്ലേ, എല്ലാരും കൂടി കുടുംബസമേതം എങ്ങോട്ടാ? ടൂറ് പോവാണോ? അത് പിന്നെ മോളെ, ഫംഗ്ഷൻ തുടങ്ങാറായില്ലേ, അങ്ങോട്ട് പോവാ. അല്ല മോളെന്താ പോവാത്തെ? ഞാൻ പോവാതിരിക്കും എന്ത് വേണമെങ്കിലും ചെയ്യും, ഇത് എന്റെ മമ്മിയുടെ ഫംഗ്ഷനാ. താമര മോളെ, ഞാൻ ചുമ്മാ ചോദിച്ചതാ. അങ്ങനെ താമരയ്ക്ക് ചുമ്മാ ചോദിക്കാൻ നിക്കണ്ട, പിന്നെ മമ്മി പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നേ. എന്താ മോളെ, എന്താ കാര്യം? നിങ്ങളോട് 3 പേരോടും ഫംഗ്ഷൻ ഹാളിലേക്ക് വരണ്ടെന്ന് മമ്മി പറഞ്ഞിട്ടുണ്ട്. അതെന്താ? ഈ ഫംഗ്ഷന് വേണ്ടി ഞങ്ങൾ എല്ലാരും ഒരുപാട് ഓടി നടന്നല്ലേ മോളെ, ഞങ്ങൾക്കും കാണാൻ ആഗ്രഹണ്ടേ. വേണ്ടാന്നല്ല പറഞ്ഞേ, മമ്മിക്ക് അത് ഇഷ്ടല്ല, പിന്നെ നിങ്ങൾ വരുന്നേ? മോളെ, ആ കിച്ചണെല്ലാം അഴുക്കായി കിടക്കുക, അതെല്ലാം വൃത്തിയാക്കാൻ മമ്മി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ വരുന്നില്ലെങ്കിൽ വരണ്ട, തുമ്പി മോളെങ്കിലും വന്നോട്ടെ മോളെ. മമ്മിയോടെങ്ങാനും ധിക്കാനം കാണിച്ചാൽ നിങ്ങളുടെ എല്ലാവരുടെയും ജോലി പോകും. എന്തേ, വേണോ? അയ്യോ വേണ്ട, ഞങ്ങൾ ആരും അങ്ങോട്ട് വരുന്നില്ല. എന്നാ പറഞ്ഞ പണി ചെയ്യാൻ നോക്ക്. കല്ലു പ്ലീസ്, കല്ലു ഞാനെങ്കിലും വന്നോട്ടെ. ഒന്ന് പോടി തുമ്പി മോളെ, VIP ഗസ്റ്റ് മാത്രം വരുന്ന ഫംഗ്ഷനാ, അതിലേക്ക് നീ വരണ്ട. ആന്റി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ശരിയാ ജൂലി, ഇപ്പൊ ആന്റിയെ കണ്ടാലേ കല്ലുവിന്റെ സിസ്റ്റർ ആണെന്നേ തോന്നത്തുള്ളൂ. എടി, ആ സൂസുവിന്റെ കഴുത്തിൽ കിടക്കുന്നത് ഗോൾഡ് ആണോ? ഏയ് അല്ലടി, ഡയമണ്ട് ആണെന്ന് പറഞ്ഞേ. ആ മാലക്ക് മാത്രം 10 ലക്ഷം രൂപ ഉണ്ടത്രേ. ഏതോ ഒരു വലിയ ആളും കൊണ്ട് പ്രത്യേകം പണിയിപ്പിച്ചുണ്ടാക്കിയതാ. ആണോ? ഇവളുടെ ജീവിതക്കാടി ജീവിതം, നമ്മളൊക്കെ എന്ത് ദുരിതം പിടിച്ച ജീവിതാടി. പൂത്ത കാശല്ലേ, എന്ത് വേണമെങ്കിലും ചെയ്യാലോ. ശരിയാ, കണ്ടിട്ട് എന്നെ അസൂയ തോന്നുക. എടി സൈന, എടി സൈന, എടി സൈനാബിയെ. എന്താ മെച്ചിയെ? നമ്മുടെ സുലൈമാനെ ആമിക്കുട്ടിനെ പാറക്കുട്ടിനെ കാണാനില്ല, മക്കളൊക്കെ എവിടെയാണ്? ഓലൊക്കെ ഭക്ഷണം കേൾക്കുന്നോടത്ത് ഉണ്ടുമ്മ, നിങ്ങളിങ്ങനെ ബേജാറാവില്ലേ? ഈ ഫംഗ്ഷൻ കഴിഞ്ഞാൽ നമുക്ക് വേഗം ഓടി ചെന്നിട്ട് സീറ്റ് പിടിക്കണട്ടാ, അല്ലെങ്കിൽ ബിരിയാണി ഒന്നും നല്ലപോലെ തിന്നാൻ പറ്റൂല. എന്റെ പൊന്ന് കദീസുമ, ഇത് സീറ്റ് പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ലേ, ബോഫയാണ്, നമുക്ക് വേണ്ടത് പ്ലേറ്റ് നീട്ടി വാങ്ങി തിന്നാ മതി. എന്റെ സുലൈമാനാണ് ഭക്ഷണത്തിന്റെ അവിടേക്ക് പോയിക്കണത്, ഈ വന്നവർക്കൊക്കെ ബിരിയാണി ചിക്കൻ കാര്യം കിട്ടിയാ മതിയെന്ന്. അല്ല, നമ്മുടെ ജാനകി താമരക്ക് എവിടെ? ഞാനോ തന്നെ ആലോചിക്കണതേ, ഈ കുടുംബത്തിൽ കൊറേ കാലായിട്ട് അംഗത്തെ പോലെ ഉള്ളതല്ലേ, ഓല എവിടെ പോയി കിടക്കാണ്? മോളെ സൂസു, ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റ് ആയി, എന്നാ നമുക്ക് ഫംഗ്ഷൻ തുടങ്ങിയാലോ? ശരി ആന്റി. എടാ കുരുവി, നീ തന്നെ ആദ്യം മഞ്ഞൾ ഇട്ടുകൊടുത്തേ. ആദ്യം ആന്റി തന്നെ ഇട്ട് കൊടുക്കുന്നേ, അമ്മയുടെ സ്ഥാനല്ലേ. അയ്യോ ഞാനോ? അത് വേണ്ട, ഭർത്താവും അച്ഛൻ എല്ലാവരോടും നിൽക്കുമ്പോ ഞാൻ ഇടുന്നത് ശരിയാണോ? നിങ്ങൾ ആരെങ്കിലും ഒന്ന് ഇട്ടുകൊടുക്കുന്നേ. ഏയ്, നീ ഇട്ട് കൊടുക്കണ്ടേ അന്നമോ? അതന്നെ ആന്റി ഇട്ട് കൊടുക്കുന്നേ. ആന്റി പ്ലീസ്, ഇനി അതും പറഞ്ഞ് ലേറ്റ് ആക്കും എല്ലാരും, പ്ലീസ് ആന്റി. എന്ന് എല്ലാവരുടെ ആഗ്രഹം പോലെ ഞാൻ തന്നെ എന്റെ മോൾക്ക് ആദ്യം മഞ്ഞൾ ഇട്ട് കൊടുക്കാം. ഇനി ഓരോരുത്തരായി വന്ന് മഞ്ഞളും വളക്ക് ഇട്ട് കൊടുക്കൂ. മോളെ എമിലി. ഓക്കേ ആന്റി. സൂസു ആന്റിക്ക് മഞ്ഞളും വളയും ഇട്ട് കൊടുക്കാൻ ഞങ്ങളുണ്ട്. ആരാ അത്? പ്രിൻസിപ്പൽ മേഡം ഞങ്ങളാ. ഇത് മുതിർന്നവർക്കുള്ള ഫംഗ്ഷനാ പിള്ളേരെ, നിങ്ങൾ ആ പാർക്ക് പോയിട്ട് വല്ല കളിയും കളിക്കാൻ നോക്ക്. ഞങ്ങൾ ഈ ഫംഗ്ഷന് സൂസു മേഡം പ്രത്യേകം വിളിച്ചിട്ട് വന്നതാ, ഞങ്ങൾക്ക് ഇവിടെ തന്നെ നിൽക്കണം. കൊച്ചു കുട്ടികളല്ല ആന്റി, അവർക്ക് ഈ ഫംഗ്ഷനൊക്കെ കാണാൻ കൊതി ഉണ്ടാവത്തില്ലേ, അവരിവിടെ തന്നെ നിന്നോട്ടെ. നിനക്ക് ഈ പിള്ളേരുടെ ശരിക്കുള്ള സ്വഭാവം അറിയത്തില്ല ഗായത്രി. അസത്തുക്കള് അസത്തുക്കള്. മര്യാദക്കുണ്ടായിന്നാളി എന്റെ കുട്ടികളെ പറഞ്ഞണ്ടല്ല, പ്രിൻസിപ്പൽ മേഡം ഒന്നും നമ്മൾ നോക്കൂല. കദീസുമ, ഇതൊരു ഫംഗ്ഷനാ, നമ്മളൊന്നും മിണ്ടാതിരിക്കേ. അന്നമോ, നീ ഒന്നും മിണ്ടാതിരിക്കടി, ഒരു ഫംഗ്ഷന് വന്നതല്ലേ, ആ പിള്ളേരോട് നിന്നോട്ടെ. സുഗുണൻ സാർ പറഞ്ഞതുകൊണ്ട് ഞാൻ മിണ്ടാതിരിക്കുവാ. പാർവതി, സ്കൂൾക്ക് വാ, അപ്പൊ ഞാൻ കാണിച്ചു തരാം എന്ത് ചെയ്യുമെന്ന്. ആദ്യം പ്രിൻസിപ്പൽ മേഡം കല്ലൂര് പുറത്താക്കുന്നു പറഞ്ഞില്ലേ, അതാദ്യം ചെയ്യാൻ നോക്ക്. സ്കൂളത്തെ കാര്യം സ്കൂളിൽ സംസാരിച്ചാൽ മതി, ഇവിടെ സംസാരിക്കണ്ട. എനിക്കറിയാം കല്ലുമോളെ സ്കൂളിൽ പുറത്താക്കൂലെന്ന്. ഉത്തരം മുട്ടിപ്പോ കൊഞ്ഞനെ കുത്തി കാണിക്കാ പ്രിൻസിപ്പൽ മേഡം. പാർക്കുട്ടി, എന്ത് വർത്താനം നീ പറയുന്നേ? നീ ആരോടാ സംസാരിക്കുന്ന ബോധം നിനക്കുണ്ടോ? പിന്നെ എനിക്ക് നല്ല ബോധമുണ്ട്, ഞാൻ ഓന്തിനോടെ സംസാരിക്കുന്നേ, പല സമയത്തും പല നേരം പ്രിൻസിപ്പൽ മേഡത്തിന്. ഞാനാണ് തെറ്റ് ചെയ്തെന്ന് പറഞ്ഞപ്പോഴേ എന്നെ പുറത്താക്കാൻ എന്തൊരു ഉത്സാഹമായിരുന്നറിയോ? പ്രിയമോള് കല്ലുവാണ് പ്രതി എന്ന് പറഞ്ഞപ്പോഴേ അവളെ സ്കൂളിൽ പുറത്താക്കുന്നില്ല അമ്മേ. പാറുകുട്ടി, അമ്മയോട് കുറച്ചെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് മിണ്ടാതിരുന്നേ. ഇനി ഞാനൊന്നും മിണ്ടുന്നില്ലേ, ഇനി പ്രിൻസിപ്പൽ മേഡം വായടച്ചോ, അല്ലെങ്കിൽ ഈച്ചു കയറുള്ളൂ. ഇത്രയും ആൾക്കാർ മുന്നിൽ വെച്ച് എന്നെ നാണം കെടുത്തി നിന്നെ കാണിച്ചു തരാടി ഞാൻ. കൂൾ ആന്റി കൂൾ, ഇതൊരു ഫംഗ്ഷൻ അല്ലേ, ഇതിങ്ങനെ വഴക്കിട്ടാലോ? എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കേണ്ട സമയല്ലേ? ബട്ട് സൂസുമോളു, അവൾ എന്നെ നാണം കെടുത്തിയെ കണ്ടില്ല നീ? ഡോണ്ട് വറി ആന്റി, ഇനി പാർക്കുട്ടിയുടെ ശല്യം ആന്റിക്ക് ഉണ്ടാവത്തില്ല, ഇത് സൂസുവിന്റെ വാക്കാ. അതെങ്ങനെ മോളെ? അതൊക്കെ ഉണ്ടാന്റി, ഈ ഫംഗ്ഷൻ ഒന്ന് ഗംഭീരായിട്ട് നടന്നോട്ടെ. ഞാൻ പ്രത്യേകം ക്ഷണിച്ചിട്ട് വന്ന എന്റെ VIP ഗസ്റ്റാ പാർക്കുട്ടി, അവളെങ്ങനെ വഴക്ക് പറയലുണ്ട് ആന്റി. അങ്ങനെ പറഞ്ഞു കൊടുക്കട്ടെ സൂസു ആന്റി, അവളെ സങ്കടപ്പെടുത്തിയാലേ എനിക്ക് സങ്കടം വരുള്ളൂ. അതെ അതെ, ഞങ്ങൾ ഇരട്ടപ്പെട്ട മക്കളെ പോലെയാ. അവൾ ഇന്ന് നല്ല ഹാപ്പി ആയിട്ടിരിക്കണം, അതാണ് എന്റെ ആഗ്രഹം. ചിരിച്ചോ, ഈ ചിരി ഇനി കുറെ കാലത്തേക്ക് ഉണ്ടാവത്തില്ലല്ലോ. ശരിയാ, ഈ ചിരി ഇനി കുറെ കാലത്തേക്കൊന്നും ഉണ്ടാവത്തില്ല.
നീലു, എന്റെ ഫംഗ്ഷന് വന്നിട്ട് നീ ഇങ്ങനെ ടെൻഷൻ ആയിരിക്കാണോ? ഒന്ന് ചിരിക്കടി. ആന്റി അറിയാതെ പറഞ്ഞു പോയതാ. ആന്റിക്ക് പകരം ഞാൻ ക്ഷമ ചോദിക്കുവാ. നീ ഒന്ന് മനസ്സിൽ വെച്ചേക്കല്ലടി. ഏയ് അതൊന്നും സാരില്ല സുസു. നിനക്ക് എന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ? ഏയ് ഇല്ലെന്നേ. എന്നാ നിങ്ങൾ തന്നെ വന്ന് എനിക്ക് കുറച്ച് മഞ്ഞളിട്ടെന്നേ. കല്ലു, പാറുക്കുട്ടിൻ ഗ്യാങ് സ്റ്റാർ ആവണല്ലോ. അവളുടെ ഓവർ സ്മാർട്ട് ഒക്കെ ഇന്നത്തോടെ ഞാൻ തീർത്തു കൊടുക്കുന്നുണ്ട്. കല്ലു, അവളിങ്ങനെ ഓവർ സ്മാർട്ട് ആയപ്പോഴും നീ എന്താ ഒരു വാക്ക് പോലും മിണ്ടാതിരുന്നേ? ഞാൻ എന്തെങ്കിലും പറഞ്ഞാലേ ഇവിടെ ആകെ കച്ചറിയും ബഹളാവും. പിന്നെ അവളുടെ അമ്മ അവളെ കൂട്ടിക്കൊണ്ടു പോകും. പിന്നെ നമ്മുടെ പ്ലാനിംഗ് ഒന്നും നടക്കില്ല. അതുകൊണ്ട് ഞാൻ മിണ്ടാതിരുന്നേ. അതെന്തായാലും നന്നായി. ഇതുപോലെ ഒരു പണി അവൾക്ക് ഇനി ജീവിതത്തിൽ നമുക്ക് കൊടുക്കാൻ കഴിയത്തില്ല. അല്ല മോളെ, ജാനക്കും താമരൊക്കെ എവിടെ? അവര് മഞ്ഞളിടാൻ കണ്ടില്ലല്ലോ. ഡാഡി, അവരെ ഇനി അന്വേഷിക്കാൻ നിൽക്കണ്ട. ഞാൻ തന്നെയാ പറഞ്ഞേ ഈ പരിസരത്ത് പോലും കണ്ടുപോകരുതെന്ന്. അവരെ കൂടെ വിളിക്കായിരുന്നല്ലേ സൂസു? ഒരുപാട് കാലമായിട്ട് നമ്മുടെ കൂടെ തന്നെ ഉള്ളവരല്ലേ? അത് തന്നെ മോളെ, ഞാൻ അവളെ വിളിക്കാൻ പോവാ. അവരും കൂടി നിനക്ക് മഞ്ഞളിട്ട് തന്നോട്ടെന്നേ. നോ, അവരെങ്ങാൻ ഇങ്ങോട്ട് വിളിച്ചാൽ പിന്നെ ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോകും. എന്തൊരു മനസ്സാടി നിന്റത്. ഞാൻ ഇങ്ങനെ തന്നെയാ, വേണമെങ്കിൽ സഹിച്ചാ മതി. ഡാഡി, വെറുതെ എന്തിനാ വേലക്കാർക്ക് ഇങ്ങോട്ട് ക്ഷണിക്കുന്നേ? ഷട്ടപ്പ് എമിലി, കൂടെ പിറന്നിട്ട് ഇപ്പോഴല്ലേ നീ സൂസുവിന്റെ അടുത്തേക്ക് വന്നത്? 10 വർഷമായിട്ട് ജാനകി ഇവരോട് കൂടെ തന്നെ ഉണ്ട്. കുരുവി, ഞാൻ ഇവിടെ തന്നെ ഇരിക്കണോ അതോ എണീറ്റ് പോണോ? നീ ഇവിടെ തന്നെ ഇരുന്നോ, ഞാൻ പൊക്കോളാം. ഡാഡി, കുരുവി പോയല്ലോ സുസു. ഏയ് അതൊന്നും സാരമില്ല എമിലി, അവസാനം എന്റെ അടുത്തേക്ക് തന്നെ വരും. ഫ്രണ്ട്സ്, ഇതൊന്നും ഓർത്ത് നിങ്ങൾ ടെൻഷൻ ആവണ്ട. ഫംഗ്ഷൻ നടക്കട്ടെ. നമുക്കെന്ത് ടെൻഷൻ? ഒരു കുടുംബത്തിൽ തല്ലി കാണുമ്പോഴേ നമുക്ക് സന്തോഷല്ലേ, അല്ലേടി? അല്ല പിന്നെ, നമുക്ക് കോളനിയിലുള്ളവരോട് എല്ലാവരുടെയും കഥ പറഞ്ഞു കൊടുക്കണം കേട്ടാ. സൂസുവിന്റെ ഫംഗ്ഷൻ കൊളായപ്പോഴേ എന്തൊരു സന്തോഷം അറിയോ? എന്നാലും എന്തൊരു കഷ്ടാലേ, സ്വന്തം ഹസ്ബൻഡിനെ പോലെ ഒരു പേടിയില്ല സൂസുവിന്. ശരിയാ, പാവം കുരുവി. എല്ലാരും ഹാപ്പി അല്ലേ? ഓ, ഡബിൾ ഹാപ്പിയാ. എല്ലാരും ഫുഡ് കഴിച്ചിട്ട് പോയാ മതി കേട്ടോ. അതിന് വേണ്ടിയല്ലേ ഞങ്ങൾ വന്നേക്കുന്നേ. മോളെ ജെസി, നീ മഞ്ഞൾ ഇട്ട് കൊടുത്തേ. ശരി ആന്റി. പത്രോസേ, താനിവിടെ വെള്ളം കുടിച്ചു നിന്നോ. എന്തിനാ മേഡം ദേഷ്യപ്പെടുന്നേ? പിന്നെ ദേഷ്യപ്പെടാതെ ഞാൻ പൊട്ടിച്ചിരിക്കണോടോ. ഫംഗ്ഷൻ കഴിഞ്ഞു, ഇനി എല്ലാരും ഫുഡ് കഴിച്ചിട്ട് അവരവരുടെ വീട്ടിൽ കൊണ്ട് പോകും. അതിനെന്താ കുഴപ്പം മേഡം? നീ എന്താണോ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നേ? ആ പാറക്കുട്ടിയെ നമുക്ക് പൊക്കണ്ടേ? പൊക്കണം മേഡം, അതിനല്ലേ ഈ പത്രോസ് ഇങ്ങോട്ട് വന്നേക്കുന്നേ. എന്നിട്ട് താനെന്താണോ ഒന്നും ചെയ്യാതെ നിൽക്കുന്നേ? ആര് പറഞ്ഞു പത്രോസ് ഒന്നും ചെയ്യാൻ നിൽക്കുവാണെന്ന്? അതിനുള്ള പ്ലാനുമായിട്ടല്ലേ ഞാൻ നിൽക്കുന്നേ. എന്ത് പ്ലാൻ? കൊക്കെത്ര കുളം കണ്ടതാ മേഡം. ചുമ്മാതങ്ങ് നിങ്ങൾ പറയുന്ന പോലെ പാറക്കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാനൊന്നും പറ്റത്തില്ല. ആ പീക്കിരിപ്പണിനെ എനിക്ക് നന്നായിട്ട് അറിയാം. ബുദ്ധിശാലിയാ അവൾ, ബുദ്ധിശാലി. ചുമ്മാതങ്ങ് ചാക്കിലിട്ട് കൊണ്ടുപോയാലേ കീറി വിളിച്ച് ഇവിടെയുള്ള ആളുകളെല്ലാം അവൾ കൂട്ടും. താൻ പറഞ്ഞത് ശരിയാ. പക്ഷെ അവളെ എങ്ങനെയാ തട്ടിക്കൊണ്ടുപോവാൻ നീ ഉദ്ദേശിക്കുന്നേ? അതിനല്ലേ മേഡം ഇത്. ഇതെന്താടോ? ഈ ഗുളികയില്ലേ, ഈ വെള്ളത്തിലിട്ട് പാറക്കുട്ടിയെ കുടിപ്പിച്ചാലേ 15 മിനിറ്റ് കഴിഞ്ഞാൽ അവൾ അങ്ങ് ബോധം കെടും. പിന്നെ ഈസി ആയിട്ട് ചാക്കിലാക്കിട്ടെ അവൾ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. അത് കൊള്ളാലോ പത്രോസ്. അപ്പൊ അവളെ തട്ടിക്കൊണ്ടു പോകുന്നതേ ഒരു ഈച്ചക്കുഞ്ഞു പോലും അറിയത്തില്ലല്ലേ? ഏയ് ഇല്ല മാം. എന്നാ ഗുളിക വെള്ളത്തിലേക്കൊക്കെ വിട്ടേക്ക്. എടി പീക്കിരി പെണ്ണെ, നിന്റെ കാര്യം ഗോവിന്ദ. താൻ പറഞ്ഞ പോലെ 15 മിനിറ്റ് കഴിഞ്ഞ പാറക്കുട്ടി ബോധം കെടില്ലേ? മാഡത്തിന് സംശയമുണ്ടെങ്കിൽ വെള്ളം കുടിച്ചു നോക്കൂ, അപ്പൊ അറിയാലോ ബോധം കെടുവില്ലെന്ന്. വേണ്ട, നിന്നെ എനിക്ക് വിശ്വാസ. പിന്നെ മറ്റാരും വെള്ളം കുടിക്കാതെ നീ ശ്രദ്ധിച്ചേക്കണം. ഓക്കെ മേഡം, ഇനി പാർക്കുട്ടിയെ ചാക്കിലാക്കിട്ട് കാണാം. ഓളി കള്ളം പത്രത്തിന് വാച്ച് ചെയ്യാൻ പോയിട്ട് കുറെ നേരമായില്ല. എന്താ വരാത്തെ? ദേ പാറക്കുട്ടി സുലൈമാനൊക്കെ വരുന്നുണ്ട്. പൊടിമോളെ, എന്താ ഇങ്ങനെ പോയ കാര്യം? എന്റെ പൊന്നാമുകുട്ടി, നമ്മൾ വിചാരിക്കുന്ന പോലെ പത്രോസ് പാറക്കുട്ടിക്ക് മയക്കുകുളിക കൊടുത്തിട്ടാ അയാൾ തട്ടിക്കൊണ്ട് പോണത്. അയ്യോ, അല്ല ഇതൊക്കെ കേട്ടിട്ട് പാറക്കുട്ടി മൊത്തത്തിൽ ടെൻഷൻ ഇല്ലാത്തത്. അതെന്നെ ഞാൻ ആലോചിക്കണത്. ആർക്കൊരു ബേജാറൊന്നുമില്ല പെണ്ണേ. എനിക്കെന്തിനാ ബേജാറിന്റെ സുലൈമാനെ? എന്റെ കൂടെ കട്ടക്ക് നിങ്ങളില്ലേ, പിന്നെന്താ കുഴപ്പം? എന്നാലും എന്റെ പാറക്കുട്ടിയെ അയാൾ എന്നെ മയക്കിക്കൊണ്ടായാലേ ഞങ്ങൾ എങ്ങനെയാ അന്ന് രസിക്കുക? അതിനാരെന്നെ മയക്കിക്കൊണ്ടുപോണത്? അതിനൊക്കെ ഒരു പ്ലാൻ ഉണ്ടെന്ന് സുലൈമാനെ. എന്ത് പ്ലാന്? ആമിക്കുട്ടി, എനിക്കൊരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരുമോ? എന്റെ മുഖത്ത് കണ്ട് ചിരി പോലല്ലേ, ആൾക്ക് നല്ല ടെൻഷൻ ഉണ്ട്. അതോടല്ലേ ഈ വെള്ളം ചോദിക്കുന്നത്? ആമിക്കുട്ടി സംസാരിച്ച് നിൽക്കാൻ സമയമില്ല. നീ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്നേ, ഞാൻ ഇപ്പൊ കൊണ്ടുവരാ. എടി പാറുകുട്ടി, ആ പത്രോസ വെള്ളം കൊണ്ടുവന്നാലേ കുടിക്കരുതട്ടോ. ഞാൻ കുടിക്കും. എല്ലാം നിനക്ക് അറിയാലോ, പിന്നെ എന്തിനാ വെള്ളം കുടിക്കുന്നേ? പാറുകുട്ടി, ഇന്ന് വെള്ളം മുഴുവൻ കുടിച്ചട്ടോ. എനിക്ക് ഇപ്പൊ വേണ്ട ആമിക്കുട്ടി, കുറച്ച് കഴിഞ്ഞിട്ട് മതിട്ടോ. എന്തൊക്കെ പാറുകുട്ടി പറയുന്നത്? ഞങ്ങൾക്കൊന്നും മനസ്സിലാവണില്ല. ഇപ്പൊ മനസ്സിലാക്കി തരാനേ. എടി പാറുകുട്ടി, ആ പത്രോസ വെള്ളം കൊണ്ട് വരുന്നുണ്ട്. വരട്ടെ സുലൈമാനെ, അതിന് വേണ്ടിട്ടല്ലേ ഞാനും കാത്തു നിൽക്കുന്നേ. എല്ലാരും ഇങ്ങനെ അന്തം വിട്ട് നിൽക്കാതെ ചിരിക്കുന്നേ. മനസ്സിലൂടെ ബേജാറായിട്ട് വയ്യ, അപ്പോഴൊരു ചിരി. പ്ലീസ് സുലൈമാനെ, ഒന്ന് ചിരിക്ക്. എടി ആമിക്കുട്ടി, നിന്റെ കയ്യിലുള്ള വെള്ളം പത്രോസ് കാണരുതട്ടോ. ഇല്ല. ആ പാറുമേടെ ഇവിടെ നിൽപ്പുണ്ടായിരുന്നോ? ഞാൻ എവിടെയൊക്കെ തെരഞ്ഞെന്നറിയോ? ആണോ? അങ്കിൾ എന്തിനാ എന്നെ തെരഞ്ഞേ? അത് മോളെ, മോള് ഇതിലൂടെ കുറെ നേരം ഓടി നടക്കുന്നേ. അപ്പൊ മോൾക്ക് ദാഹിക്കുന്നുണ്ടാവില്ലേ? അതുകൊണ്ട് അങ്കിൾ കുറച്ച് വെള്ളം കൊണ്ടുവന്നതാ. അയ്യോ, എന്ത് സ്നേഹമുള്ള അങ്കിളാ. എനിക്ക് ദാഹിക്കുന്നുണ്ടേ. എങ്ങനെ അങ്കിളിന് മനസ്സിലായി? അതൊക്കെ അങ്കിളിന് മനസ്സിലായിന്നേ. പഠിക്കണ്ട സുലൈമാനെ, ഫ്രണ്ട്സ് ആണത്ര
ഫ്രണ്ട്സ്. എനിക്ക് ദാഹിക്കുണ്ടെന്നേ നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലല്ലോ. ഈ അങ്കിളിന് മാത്രമേ മനസ്സിലായുള്ളൂ. ഈ അങ്കിളിനെ എനിക്ക് ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ടു. സംസാരിച്ച് നിൽക്കാതെ വേഗം കുടിക്കണ്ട മോളെ, എന്നിട്ട് നമുക്ക് പോവണ്ടേ? എവിടേക്ക് പോവാൻ? അല്ല, വീട്ടിലേക്ക് പോവണ്ടേന്നാ മോളോട് ചോദിച്ചേ. അപ്പടിയാ. വെള്ളം കുടിക്കും മോളെ. ഇങ്ങ് താ എന്റെ അങ്കിളെ. എന്റെ പണി എളുപ്പമായല്ലോ. ഈ പീക്കിരി പെണ്ണെ ഇത്ര പെട്ടെന്ന് വെള്ളം കുടിക്കുന്നേ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഒരു പൊട്ടത്തി തന്നെ ഞാൻ പറഞ്ഞപ്പോഴേക്കും വെള്ളം കുടിച്ചു. ഇനി ഒരു 15 മിനിറ്റ് കഴിയട്ടെ, അപ്പോഴേക്കും ബോധം പോവല്ലോ. എന്നിട്ട് നിന്നെ കൊണ്ടുപോവാടി ഞാൻ. എന്താ അങ്കിൾ ആലോചിക്കുന്നേ? ഏയ് ഒന്നുമില്ല പാറു മേഡം. മേഡം വെള്ളം കുടിച്ചിട്ട് വേണം എനിക്ക് ഗ്ലാസ് കൊണ്ടുവെക്കാനേ. അങ്കിൾ പോയിക്കോന്നേ, ഞാൻ കൊണ്ടുവച്ചോളാം. മോൾ അത്രയും നടന്ന് ക്ഷീണിക്കണ്ടെന്നേ. മോള് വെള്ളം കുടിച്ചിട്ട് ആ ഗ്ലാസും കൊണ്ടേ അങ്കിൾ പോകുന്നുള്ളൂ. ഒച്ചടാ, എന്തൊരു സ്നേഹം അങ്കിളിന്. അല്ല, സൂസനേടല്ലേ അങ്കിളിനെ വിളിക്കുന്നേ? എന്നെയോ? ആ അങ്കിള് തന്നെയാ. ആ മരത്തിന്റെ അവിടെ ഉണ്ടല്ലോ. എടി പൊടി മോളെ, ആ വെള്ളം കാട്ട്. ആമിക്കുട്ടി, ആ വെള്ളം കാട്ട്. അവിടെ സൂസുമേടൊന്നും ഇല്ലല്ലോ മോളെ. പൊടി മോളെ, പത്രോസ് കൊണ്ടുവന്ന് ഈ വെള്ളം ഒളിപ്പിച്ചേക്ക്. അയ്യോ, അങ്കിള് കണ്ടില്ലേ? ഇല്ല മോളെ. എന്നെ സൂസനേട് പോയി കാണും. അല്ല, പാറുമേട് ഇതുവരെയായിട്ട് വെള്ളം കുടിച്ചില്ലേ? കുടിക്കാൻ പോവണ്ട അങ്കിളെ. അയ്യോ, എന്താ ഒരു ടേസ്റ്റ്. നന്നായിട്ട് കുടിക്കന്റെ പീക്കിരി പെണ്ണേ. അങ്കിളെ, ഇന്ന ഗ്ലാസ്. ഇനി ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് വീണ്ടും കാണണം. അതെന്തിനാ അങ്കിളെ? അതെ, 15 മിനിറ്റ് കഴിഞ്ഞാലേ മോൾക്ക് അങ്ങളൊരു ഐസ്ക്രീം കൊണ്ടുവരാട്ടോ. താങ്ക് യു അങ്കിളെ, താങ്ക് യു സോ മച്ച്. ഐസ്ക്രീം തിന്നാൻ നിനക്ക് ബോധം ഉണ്ടായിട്ട് വേണ്ടെന്റെ പാറുകുട്ടി. അങ്കിൾ എന്താ പറഞ്ഞേ? എന്നാ ഞാൻ പൊക്കോട്ടെ പാറു മേഡം, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടേ. ഓ, അങ്കിൾ പോയിക്കോ, എനിക്കൊന്ന് ടോയ്ലറ്റ് പോണേ. ടോയ്ലറ്റിലോ? അപ്പൊ ഈ കൊച്ചിനെ പോക്കാൻ എളുപ്പമായല്ലോ. എന്നാ പാറുമേടെ ടോയ്ലറ്റ് പോയിക്കോ, ഞാൻ എന്റെ ജോലി നോക്കട്ടെട്ടോ. കാലിക്ക് പാറുകുട്ടി, കാലിക്ക്. ആമിക്കുട്ടി, ആ വെള്ളം നിന്റെ കയ്യിലില്ലേ? ഉണ്ട് എന്റെ പാറുകുട്ടി. പാറുകുട്ടി, ഇനി എന്താ നെക്സ്റ്റ് പ്ലാൻ? ഈ വെള്ളം പള്ളിക്കൊച്ചിനെ കൊണ്ട് കുടിപ്പിക്കണം. അതെങ്ങനെ? അതൊക്കെ ഉണ്ട് സുലൈമാനെ. പാറുകുട്ടി, പള്ളിക്കൊച്ചിനെ എവിടെ വെച്ചിട്ട് പൊക്കുന്നേ? ടോയ്ലറ്റ് വെച്ച്. അതെങ്ങനെ? നമ്മൾ അങ്ങ് പറയുമ്പോഴേക്ക് പള്ളിക്കൊച്ചി ടോയ്ലറ്റ് വരില്ലേ? അത് നടക്കാൻ പോണില്ല പാറുകുട്ടി. ശരിയാ, പ്രത്യേകിച്ച് നമ്മൾ ടോയ്ലറ്റിക്ക് വിളിച്ചാലേ അവൾ ഒരിക്കലും വരാൻ പോണില്ല. അതിന് ആരും പള്ളിക്കൊച്ചിനെ ടോയ്ലറ്റിക്ക് വിളിക്കണ്ടെന്നേ. പിന്നെ ഓളെങ്ങനെ ടോയ്ലറ്റിക്ക് വരിക? പള്ളിക്കൊച്ചി തന്നെ സ്വയമായിട്ട് ടോയ്ലറ്റിക്ക് പോണം. എടി പൊട്ടിക്ക്, അതിനോൾക്ക് മുള്ളാൻ മുട്ടണ്ടേ? മുള്ളാൻ മുട്ടില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ടോയ്ലറ്റിക്ക് പോണത്? എടി പാറുകുട്ടി, നമുക്ക് ആകെ 15 മിനിറ്റ് ഉള്ള സമയം, അതിനുള്ളിൽ വേഗം ഒരു തീരുമാനം ഉണ്ടാക്കണം. എടാ സുലൈമാനെ, അതിന് മുള്ളാൻ മാത്രമാണോ നമ്മൾ ടോയ്ലറ്റിക്ക് പോകുന്നേ? പിന്നെന്തിനാ പോണത്? എന്റെ പ്ലാൻ വെച്ച് പള്ളിക്കൊച്ചി എന്തായാലും ടോയ്ലറ്റിക്ക് പോകും. അതിന് സുലൈമാന്റെ ഒരു ഹെൽപ്പ് എനിക്ക് വേണം. എന്ത് ഹെൽപ്പ്? അതൊക്കെ ഉണ്ടടാ, ഇതിന്റെ കൂടെ കട്ടക്ക് നിക്കോ? എന്തായാലും നിക്കും പാറുകുട്ടി. അത് നമുക്ക് വേണ്ടി മാത്രല്ല, സൂസു മേഡത്തിന് കുടുംബത്തിന് വേണ്ടി ഇത്രയും കാലം കഷ്ടപ്പെട്ട് പാടിയെടുത്തിട്ടും ആ ഫംഗ്ഷന് വേണ്ടി ജാനമ്മിനും തുമ്പിമോളും താമരച്ചിനൊന്നും ഒരു വിളിച്ചില്ലല്ലോ. അവർക്ക് തീരെ പിടിച്ചിട്ടില്ല. അതെ സുലൈമാനെ, നമ്മൾ കൊടുക്കാൻ പോകുന്ന പണിയെ തുമ്പിമോൾക്കും താമരേച്ചിക്കും ജാനമ്മക്കും വേണ്ടി നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം. നമ്മളെ ഗാങ്ങിന്റെ പവർ ഓരോന്ന് അറിയട്ടെ പാറുകുട്ടിയെ. പിന്നെ അല്ല,